25 വർഷമായി മുഖ്യമന്ത്രിയായും പ്രധാനമന്ത്രിയായും ജനങ്ങളെ സേവിച്ച് അഴിമതി ചെയ്യുകയാണ് മോദി. 10 വർഷത്തെ സേവനം കൊണ്ട് തൊഴിലില്ലായ്മയും പാവങ്ങൾക്കിടയിലെ ദാരിദ്ര്യവും കൂടിയതല്ലാതെ എന്ത് നന്മയാണ് മോദി ചെയ്തത്? മോദി അദ്ദേഹത്തിന്റെ പ്രിയ മിത്രങ്ങളുടെ കോടിക്കണക്കിന് രൂപയുടെ ലോണുകൾ എഴുതി തള്ളിയപ്പോൾ എത്ര പേരാണ് എടുത്ത 1-2 ലക്ഷം ലോണുകൾ തിരിച്ചടയ്ക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്തത്? എന്നിട്ടും മോദിക്ക് മൗനം തന്നെ. പ്രധാനമന്ത്രി ആയതിനു ശേഷം സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങളെപ്പറ്റി മോദി ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല. ഭരണമോഹം കാരണം ഭരണത്തിൽ തുടരാനായി മോദി ഹിന്ദുക്കളെ ഭയപ്പെടുത്തി വോട്ട് നേടാനാണ് ശ്രമിക്കുന്നത്. മോദി ഇപ്പോൾ രാജ്യത്തെ ഭിന്നിപ്പിച്ചാണ് ഭരിക്കുന്നത്. മുസ്ലിങ്ങൾക്ക് പണം നൽകാനായി ഹിന്ദുക്കളുടെ താലിമാലകൾ വിൽക്കുന്ന സ്ഥിതി വരെ വരുമെന്നാണ് മോദി പറയുന്നത്. മുസ്ലിങ്ങളിൽ കുട്ടികൾ കൂടുതൽ ഉണ്ടാക്കുന്നു എന്നതാണ് മോദിയുടെ മറ്റൊരു പരാതി. കുട്ടികൾ ദൈവത്തിന്റെ ദാനമാണ്. സ്വന്തം ഭാര്യയ്ക്ക് പോലും പ്രാധാന്യം നൽകാത്ത മോദിക്ക് എങ്ങനെ ഇന്നിന്റെ മൂല്യം മനസ്സിലാക്കാനാണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പ് 3ാം ഘട്ട പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. 10 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തിലുമാണ് 3ാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. 94 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുക. ഗുജറാത്തിലെ എല്ലാ സീറ്റുകളിലേക്കും ഈ ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടക്കുക. മഹാരാഷ്ട്രയിൽ 11ഉം ഉത്തർപ്രദേശിൽ 10 സീറ്റുകളിലും തിരഞ്ഞെടുപ്പ് നടക്കും. ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് രജൌറി മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് മെയ് 7 നിന്ന് മെയ് 25 മാറ്റിയിട്ടുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് 3ാം ഘട്ട പരസ്യ പ്രചാരണം അവസാനിക്കാനിരിക്കെ വീണ്ടും വിവാദ പരാമർശങ്ങളുമായി നരേന്ദ്രമോദി പിന്നെയും രംഗത്തെത്തിയിട്ടുണ്ട്. വിദ്വേഷ പ്രസ്താവനകളൊക്കെ കോൺഗ്രസിന് നേരെയാണ്. കോൺഗ്രസിന്റെ കണ്ണിൽ ഒരു വോട്ട് ബാങ്ക് മാത്രമേ ഉള്ളൂ, അത് മുസ്ലിം വോട്ട് ബാങ്ക് ആണെന്നും കോൺഗ്രസിന്റെ ഈ നയം കാരണം ജനങ്ങൾ എല്ലാവരും കഷ്ടപ്പെടുന്നുവെന്നാണ് മോദി പറയുന്നത്. BJP ഇപ്പോഴും എല്ലാവരോടും വിവേചനം കാണിക്കുകയാണ് ചെയ്യുന്നത്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.